ടു കെമിസ്ട്രിയിൽ നിന്നും 2023 ക്രിസ്മസ് എക്സാമിൽ ചോദിച്ച മുഴുവൻ 1 മാർക്ക് ചോദ്യങ്ങളുമാണ്. സോ ചോദ്യം ഇതാണ് ആദ്യത്തത്. ദ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? n-1 d. ഡിയിൽ 1 to 10 ഇലക്ട്രോൺസ് ആകാം. ns 1 to 2 or 0 to 2. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് കൊബാൾട്ട് ഇൻ ദിസ് കോംപ്ലക്സ്. ഈ ഒരു കോംപ്ലക്സിൽ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഓക്സിഡേഷൻ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. കൊബാൾട്ടിന് നമുക്കറിയില്ല, എക്സ് എന്ന് എടുക്കാം. NH3 ന്യൂട്രൽ ആണ്, 0 ആണ്. Cl -1 ആണ്. ഇവിടെയും Cl ഉണ്ട്, -1 ആണ്. ആ -1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? x - 0 - 1 - 2 is equal to 0. x - 3 is equal to 0. x കാൽക്കുലേറ്റ് ചെയ്യാൻ -3നെ ഈസ് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇറ്റ് ബിക്കംസ് +3. സോ ഇവിടെ കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അടുത്ത ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ റിയേജന്റ് എനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്തനോൾ ആൽക്കഹോളുമായിട്ടുള്ള റിയാക്ഷനാണ്. ആൽക്കഹോളും PCl5 റിയാക്ഷൻ, അതേപോലെ ആൽക്കഹോളും PCl3 റിയാക്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹിയർ ദ റിയേജന്റ് ഇസ് PCl5. Yes, moving to the next question. The most acidic alcohol among the following. തന്നിരിക്കുന്നതിൽ അസിഡിറ്റി ഏറ്റവും കൂടിയ ആൽക്കഹോൾ, നമ്മൾ pK വാല്യൂവിന്റെ ബേസിലാണ് പറയുന്നത്. ആരാണ് ഏറ്റവും കൂടിയത്? ഇവിടെ തന്നിരിക്കുന്നതിൽ മെത്തനോളിനാണ് അസിഡിറ്റി ഏറ്റവും കൂടുതൽ. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, CH3 ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? +I ഗ്രൂപ്പുകളാണ്. +I ഗ്രൂപ്പുകളുടെ +I ഇഫക്റ്റ് കൂടുന്നതിനനുസരിച്ച് what happen to acidity? Acidity decreases. അപ്പോൾ +I ഇഫക്റ്റും അസിഡിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ +I ഗ്രൂപ്പുകളുടെ എണ്ണം കൂടിയാൽ അസിഡിറ്റി കുറയും. യെസ്, അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് 4-നൈട്രോബെൻസാൽഡിഹൈഡ്. 4-നൈട്രോബെൻസാൽഡിഹൈഡ് വരയ്ക്കണം. അപ്പൊ ആദ്യം നമുക്ക് ബെൻസാൽഡിഹൈഡ് വരയ്ക്കാം. ബെൻസാൽഡിഹൈഡ് ഇസ് CHO. ഇതാണ് ബെൻസാൽഡിഹൈഡ്. ആൻഡ് നാലാമത്തെ പൊസിഷനിൽ ആരുണ്ട്? ഒരു NO2 ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ദിസ് ഇസ് 4-നൈട്രോബെൻസാൽഡിഹൈഡ്.